പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. നമ്മുടെ ഒരു പഠിതാവിൻ്റെ ചോദ്യമാണ്: എന്തിനാണ് ഗണപതി ക്ഷേത്രങ്ങളിൽ നാം തേങ്ങ എറിഞ്ഞുടക്കുന്നത്? ഹിന്ദുവിൻ്റെ പല ചടങ്ങുകളിലും തേങ്ങ എറിഞ്ഞുടക്കുന്ന ഒരു ശീലമുണ്ട്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ആചാരങ്ങൾ വൈവിധ്യപൂർണമാണ്. എല്ലാ ആചാരങ്ങൾക്ക് പുറകിലും ശാസ്ത്രമുണ്ടോ, യുക്തിയുണ്ടോ എന്ന് ചോദിക്കുന്നതിന് പ്രസക്തിയില്ല. ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം യുക്തിപൂർവവും ശാസ്ത്ര നിബദ്ധവുമായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് അതിഥികൾ കയറി വരുന്നു. ആതിഥേയരായ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്നാൽ ബഹുമാനമുണ്ടെന്നും അഥവാ ഇരുന്നു പോയാൽ ബഹുമാനമില്ല എന്നും അർത്ഥമുണ്ടോ? അർത്ഥമില്ല. അതൊരാചാരമാണ്. എന്നാൽ ഗണപതിക്ക് തേങ്ങ ഉടക്കുന്നു എന്നതിനെക്കുറിച്ച് പലതരത്തിൽ നമ്മുടെ ആചാര്യന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിലേറെ ഹൃദ്യമായി തോന്നിയ ഒന്ന് പഠിതാക്കളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഫലങ്ങളിൽ, നമുക്കിന്ന് ലഭ്യമായ, നമുക്ക് ചുറ്റുമുള്ള ഫലങ്ങളിൽ ഏറ്റവും കട്ടിയുള്ള പുറന്തോടുള്ളൊരു ഫലമാണ് തേങ്ങ. തേങ്ങയുടെ കട്ടിയുള്ള പുറന്തോട് ചിരട്ട പൊട്ടിച്ചുള്ളിലേക്ക് കടന്നാൽ അതീവ ഹൃദ്യമായ മധുരമുള്ള വെള്ളമുണ്ട്. അതുപോലെ അതിൻ്റെ അകക്കാമ്പുണ്ട്. പോഷകസമ്പുഷ്ടമാണ്, രുചികരമാണ്. പക്ഷെ അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ പുറന്തോടിനെ പൊട്ടിക്കണം. ഇതുപോലെയാണ് ഓരോ മനുഷ്യനും. മനുഷ്യന്റെ ശരിയായ സ്വരൂപം ശുദ്ധതയാണ്, നൈർമല്യമാണ്, മധുരമാണ്. എന്നാൽ പുറത്ത് പറ്റിച്ചേർന്ന് കിടക്കുന്ന കട്ടിയുള്ള കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം എന്നീ പുറന്തോടുകൾ സമാജവുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നമ്മെ അകറ്റുന്നുണ്ട്. ഈ തോടിനെ അങ്ങോട്ട് പൊട്ടിച്ചാൽ, ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നാൽ അതിൻ്റെ നൈർമല്യം, അതിൻ്റെ മധുരതരമായ ഭാവം എല്ലാവരും ഇഷ്ടപ്പെടും. ഒരാൾക്ക് ചിരട്ട കൊടുത്തിട്ട് അത് തിന്നണം എന്ന് പറഞ്ഞാൽ അതാരും അംഗീകരിക്കില്ല, കഴിക്കാനും പറ്റില്ല. എന്നാൽ ആ ചിരട്ട പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലെ തേങ്ങയും വെള്ളവും കൊടുത്താൽ വളരെ സന്തോഷത്തോടുകൂടി മറ്റുള്ളവർ അത് സ്വീകരിക്കും. അതുപോലെ തേങ്ങയുടെ പുറത്തെ ചിരട്ട പോലെയുള്ള ആസുരിക വികാരങ്ങളെ ആരും ഇഷ്ടപ്പെടുന്നില്ല. മറിച്ച് അതിന് തകർത്തുള്ളിലേക്ക് കടന്നാലുള്ള സ്നേഹം, സത്യം, ദയ, സഹതാപം, കാരുണ്യ, മനോഭാവം, ഇങ്ങനെ തുടങ്ങിയ അനേകം ഉന്നതങ്ങളായ മൂല്യങ്ങൾ, ദൈവികങ്ങളാകുന്ന വികാരങ്ങൾ എല്ലാവർക്കും ഉള്ളിലുണ്ട്. ആ ദൈവിക വികാരങ്ങളെ ഉണർത്തുകയും ആസുരിക വികാരങ്ങളെ താഴ്ത്തുകയും ചെയ്യണം. അതിന് കട്ടിയുള്ള, ഒരുപാട് കാലം കൊണ്ട് നമ്മൾ സ്വായത്തമാക്കിയ ആ പുറന്തോടിനെ പൊട്ടിച്ച് കളയണം. എപ്പോഴാണോ തേങ്ങയുടെ ചിരട്ട പൊട്ടാൻ തയ്യാറാകുന്നത്, അപ്പോൾ മാത്രമേ ഉള്ളിലുള്ള ആ മധുരം ആസ്വദിക്കുവാൻ കഴിയൂ. പൊട്ടിക്കാത്തിടത്തോളം കാലം ആ തേങ്ങ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുവാൻ ഒരാൾക്കും കഴിയുന്നില്ല. ഇതുപോലെ നമുക്ക് നമ്മുടെ നൈസർഗികമായ ഭാവത്തെ ലോകത്തിനു നൽകണമെങ്കിൽ ആ നൈസർഗിക ഭാവത്തിനു മുകളിലുള്ള കട്ടിയുള്ള ആ ചിരട്ട, അതുപോലെയുള്ള നമ്മുടെ കാമം, ക്രോധം, മോഹലോഭ, മതമാത്സര്യ വികാരങ്ങളെ പൊട്ടിച്ചെടുക്കുവാൻ, എറിഞ്ഞുടക്കുവാൻ തയ്യാറാകണമെന്ന ഒരു സന്ദേശം, വളരെ പോസിറ്റീവായ ഒരു സന്ദേശമാണ് ചിരട്ട ഉടക്കൽ എന്നു പറയുന്ന കർമ്മത്തിലൂടെ ഗണപതി വിഘ്നേശ്വരനാണ്, വിഘ്നങ്ങളെ ഇല്ലാതാക്കും. ഈ വിഘ്നങ്ങളെ എങ്ങനെയാണ് ഗണപതി ഇല്ലാതാക്കുക? മറ്റു ദൈവങ്ങൾക്കൊന്നും വിഘ്നങ്ങളെ ഇല്ലാതാക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചാൽ, ഓരോ ദൈവത്തിനും ഓരോ ദൗത്യമുണ്ട്. നമ്മൾ പറയാറുണ്ട്, ധനകാര്യ വകുപ്പ് മന്ത്രി ധനങ്ങളുടെ കാര്യം നോക്കും. അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആഭ്യന്തര കാര്യങ്ങളെ ശ്രദ്ധിക്കും. ഇതുപോലെ ലക്ഷ്മി ദേവി സമ്പത്തിന്റെ ദേവതയാണ്, സരസ്വതി വിദ്യയുടേതാണ്,
ബ്രഹ്മാവ് സൃഷ്ടിയുടേതാണ്. ഇതുപോലെ തന്നെയാണ് ഗണപതി, വിഘ്നേശ്വരൻ, വിഘ്നങ്ങളെ അകറ്റുന്നവൻ, മനുഷ്യന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അകറ്റുവാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ദേവൻ. അപ്പൊ ആ ദേവന് മുന്നിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കാമക്രോധ മോഹലോഭങ്ങളെ ഒരു തേങ്ങയുടെ പുറന്തോടിനോട് ഉപമിച്ച് ആ ദേവന്റെ മുന്നിലാണ് നാം അത് എറിഞ്ഞുടക്കുന്നത്. എന്തുകൊണ്ട്? ഭഗവാന്റെ ചൈതന്യമാണത്, ശിവന്റെ പുത്രനാണ്. മാത്രമല്ല അവിടെ വിഘ്നങ്ങൾ അകന്നുകൊണ്ട് നമുക്ക് മുന്നേറണമെങ്കിൽ വിഘ്നേശ്വരന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവണം. ആ അനുഗ്രഹം മേടിക്കണമെങ്കിൽ, ആ അനുഗ്രഹം ഭഗവാൻ നമുക്ക് നൽകണമെങ്കിൽ നമ്മുടെ നന്മ നിറഞ്ഞ ഉള്ളിലേക്കാണ് ഭഗവാൻ ഉണ്ടാകേണ്ടത്. അല്ലാതെ അഹങ്കാരത്തിൽ എന്ത് ഭഗവാൻ? കാമത്തിലും ക്രോധത്തിലും എവിടെയാണ് ഭഗവാൻ കിടക്കുക? ഭഗവാനെ നമ്മളെ സ്വീകരിക്കുവാൻ ഉള്ളിലേക്ക് കയറണം. ഭഗവാന്റെ ഉള്ളിലേക്ക് നമ്മളും, നമ്മുടെ ഉള്ളിലേക്ക് ഭഗവാനും. ഈ ഭാവത്തിലാണ് വിഘ്നേശ്വരൻ ഗണപതിക്ക് തേങ്ങ ഉടക്കുന്നത്. ഇതുപോലെ തേങ്ങക്കുള്ളിലേക്ക് നെയ്യൊഴിക്കുന്നുണ്ട്. അതിനും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ശുദ്ധമായ നെയ്യെ തേങ്ങയ്ക്കുള്ളിലേക്ക് ഒഴിച്ച് അതിനെ ശബരിമലയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അഭിഷേകം ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ശബരിമലയിൽ പോകുമ്പോഴാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ആചാരത്തെ, നെയ്ത്തേങ്ങ എന്ന് പറയുന്ന ഒരു ആചാരത്തെ നമ്മൾ പിന്തുടരുന്നത്. അവിടെയും നല്ല വ്യാഖ്യാനങ്ങൾ പല ആചാര്യന്മാരും നൽകിയിട്ടുണ്ട്. അതിൽ ഒരു മനോഹരമായ വ്യാഖ്യാനം എന്ന് പറയുന്നത്, നെയ്യ് ശുദ്ധമാണ്. നമ്മളിന്ന് പല കമ്പനിയുടെയും നെയ്യ് മേടിക്കുന്നുണ്ടാവാം, ഓസ്ട്രേലിയൻ പശുവിന്റെ നെയ്യൊക്കെ എടുക്കുന്നുണ്ടാവാം. എന്നാൽ ആ നെയ്യൊക്കെ ശുദ്ധമാണ് എന്നല്ല അർത്ഥം. നെയ്യ് എന്ന് പറയുന്ന തത്വം, വസ്തു ശുദ്ധമാണ്. അതിൻ്റെ നൈസർഗിക ഭാവം ശുദ്ധതയാണ്. ഈ ശുദ്ധ സ്വരൂപന്മാരാണ് ഓരോ മനുഷ്യനും. ആ ശുദ്ധതയെ അതിശുദ്ധമായ തേങ്ങയ്ക്കുള്ളിലേക്ക് ഒഴിക്കുന്നു എന്ന് വെച്ചാൽ ഞാനെന്ന ഭാവത്തെ ഭഗവാനിലേക്ക് ലയിപ്പിക്കുന്നു. ഏതൊരു ഭഗവാന്റെ ഉള്ളിലേക്കാണോ നമ്മുടെ ശുദ്ധസ്വരൂപത്തെ കയറ്റിവിടേണ്ടത്, തത്വമസി എന്ന് പറഞ്ഞാൽ അത് നീയാകുന്നു എന്ന് തന്നെയാണ്. ഭഗവാൻ നമ്മൾ തന്നെയാണ്, നമ്മൾ ഭഗവാനും ഭഗവാൻ നമ്മളും തന്നെയാണ്. കാരണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ശ്രീനാരായണ ഗുരുദേവന്റെ ദൈവദശകം. സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലങ്ങളും സൃഷ്ടിക്കുവാൻ ഉപയോഗിച്ച വസ്തുക്കളും ഈശ്വരൻ തന്നെ. എങ്കിൽ ഈശ്വരൻ എന്നിലുമുണ്ട്, നിന്നിലുമുണ്ട്, സർവചരാചരങ്ങളിലുമുണ്ട്. ആ ഈശ്വരനിലേക്കുള്ള യാത്രയിൽ നമ്മെ ആ ഈശ്വരനിലേക്ക് പിടിച്ചുയർത്തുന്നു ആര്? ഭഗവാൻ അയ്യപ്പൻ. അയ്യപ്പൻ ഭഗവാനാണ്. ആ ഭഗവാനിലേക്ക് എന്നെ ലയിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ശുദ്ധസ്വരൂപമായ നെയ്യെ നൈർമല്യത്തിലേക്ക് ലയിപ്പിക്കുക. നിർമ്മലതയെ നിർമ്മലതയിൽ ലയിപ്പിച്ചാൽ, വെള്ളത്തെ വെള്ളത്തിൽ ലയിപ്പിച്ചാൽ, ലയിപ്പിച്ച വെള്ളവും മുമ്പുണ്ടായിരുന്ന വെള്ളവും തിരിച്ചറിയുവാൻ കഴിയാത്തതുപോലെ ശുദ്ധസ്വരൂപമായ ഓരോ മനുഷ്യനെയും അത് നെയ്യുടെ പ്രതീകത്തിൽ, ആ നെയ്യ് അതിശുദ്ധമായ നാളീകേരത്തിനുള്ളിലേക്ക് സമർപ്പിക്കുമ്പോൾ ദേവന്റെ ഉള്ളിലേക്ക് ശുദ്ധസ്വരൂപിയായ ഓരോ ഭക്തനും സമർപ്പിക്കപ്പെടുന്നു എന്നൊരു വ്യാഖ്യാനവും ഉണ്ട് എന്നുകൂടി സൂചിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.